Hi everyone, welcome to another video of mine. My name is Lijajo. ഇപ്പൊ കച്ചവടം ഒന്നുമില്ല അല്ലേ? കൊച്ചുമുതലായിട്ട് കാശ് തരാം. അതിന് കറുത്തമ്മ എന്നോട് കാശ് മേടിച്ചില്ലല്ലോ. പക്ഷെങ്കിൽ തരേണ്ടത് ഞാനാ. In today's video, I intend to talk with you about a movie I watched today. When talking about the movie, it is a cult classic film in the history of Malayalam cinema. The movie is Chemmin, one of the greatest movie in Malayalam film industry. I have been thinking to watch this movie for a long time. A few months before, when I went to the library, I took Tagari's most famous book, Chemmin, to read. And when I finished reading the novel, I just wanted to watch the film. But due to some business, I got a little late to watch the movie Chemmin. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചെമ്മീൻ ഒരു ദുരന്ത പ്രണയകഥയാണ്. നായികയുടെയും നായകൻ്റെയും നായിക വേറെ വിവാഹം കഴിച്ചു പോവുകയാണ്. അപ്പം നായികയ്ക്ക് നായകനുമായിട്ടുണ്ടായിരുന്ന വിവാഹത്തിന് മുൻപുണ്ടായിരുന്ന പ്രണയം, പിന്നീട് അതിന് ശേഷമുള്ള പ്രണയം, പിന്നീട് അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ, അതൊരു ദുരന്തത്തിലേക്ക് അവസാനിക്കുന്ന ഒരു ദുരന്ത പ്രണയ കഥ എന്ന് തന്നെ ലിറ്ററലി നമുക്ക് പറയാൻ പറ്റും ചെമ്മീൻ എന്താണെന്ന്. പിന്നെ സിവിൽ സർവീസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന മലയാളം ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളവരൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു ഫിലിം ഒക്കെ കണ്ടിട്ടുണ്ടാവും. 1966 1966 ചെമ്മീൻ സിനിമ റിലീസ് ചെയ്യുന്നത്. തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള നോവല് തന്നെയാണ് സിനിമയാക്കിയിരിക്കുന്നത്. ഈ സിനിമയുടെ ഡയറക്ഷൻ വന്നിട്ട് രാമു കാര്യാട്ടാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. കൺമണി ഫിലിംസിന്റെ ബാനറിൽ ബാബു ഇസ്മായിൽ സെയ്റ്റാണ് ഈ ചെമ്മീൻ എന്ന് പറയുന്ന ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് കറുത്തമ്മ, പരീക്കുട്ടി, ഇവരാണ് നായികന്മാരായിട്ട് വരുന്നത്. കറുത്തമ്മയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഷീലയാണ്. അതേപോലെ തന്നെ പരീക്കുട്ടി എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മധു. അതേപോലെ പളനി എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് സത്യൻ. ചെമ്പൻകുഞ്ഞ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് കൊട്ടാരക്കര ശ്രീധരൻ നായർ. പിന്നെ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. പിന്നെ കുറച്ച് പേരുണ്ട്, ഞാൻ അവരുടെ പേരൊക്കെ കറക്റ്റ് ഓർക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു നഷ്ടപ്രണയത്തിൻ്റെ കഥയാണ്. നായികയും നായകനും തമ്മിൽ നായികയുടെ വിവാഹത്തിന് മുൻപുണ്ടായിരുന്ന ഒരു അഫെയറും, പിന്നീട് മറ്റൊരാളുമായിട്ട് വിവാഹം കഴിച്ച് നായിക അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം വിവാഹ ജീവിതത്തിൽ നായിക ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, പിന്നീട് ഈ പഴയ വീണ്ടും ഉണ്ടാവുന്ന അഫെയർ, പിന്നീട് അവർക്ക് സംഭവിക്കുന്ന ദുരന്തം, ഇതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ഇതിവൃത്തമായിട്ട് സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. തകഴിയുടെ നോവലിലുള്ള സെയിം കഥ തന്നെയാണ് സിനിമയിലും ഉള്ളത്. ആലപ്പുഴയിലെ ഒരു കടപ്പുറവും അവിടുത്തെ ഒരു കൂട്ടം ഫിഷർമാൻ കമ്മ്യൂണിറ്റി, അവരുടെ ജീവിതം, അവരുടെ കൾച്ചർ, അവരുടെ സംസാരം, അതുപോലെ അവരുടെ തൊഴിൽ, അവരുടെ വരുമാനം, അവിടെ നിന്നൊക്കെയാണ് ഈ ഒരു സിനിമ ആരംഭിക്കുന്നത്. ഈ ഒരു ബുക്ക് വായിച്ചപ്പം, ഈ ചെമ്മീൻ എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് വായിച്ചപ്പം എൻ്റെ മനസ്സിലോട്ട് വന്ന ആ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമ കണ്ടപ്പോഴും. നമ്മളിപ്പോൾ ഒരു ബുക്ക് വായിക്കുമ്പം നമ്മുടെ മനസ്സിലോട്ട് ഒരു ഫ്രെയിം വരുമല്ലോ, നമുക്ക് കുറച്ച് ഇമാജിനേഷൻസ് ഒക്കെ വരത്തില്ലേ, ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഫിലിം കണ്ടപ്പം എനിക്ക് തോന്നിയത്. ബുക്കിലെ പോലെ തന്നെ ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സെയിം ഫീൽ തന്നെ നമുക്ക് ആ ഒരു ഫിലിമിൽ നമുക്ക് കാണാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. വലിയ പണക്കാരനാവണം, അതുപോലെ സ്വന്തമായിട്ട് വള്ളവും വലയും ഒക്കെ ഉള്ള വലിയൊരു മുതലാളി ആവണം എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണ് ചെമ്പൻകുഞ്ഞ്. ചെമ്പൻകുഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നായികയായ കറുത്തമ്മയുടെ അച്ഛൻ. അപ്പം ആ നാട്ടിൽ ആ ഒരു കടപ്പുറത്ത് ബിസിനസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ കച്ചവടം ചെയ്യുന്ന ഒരു വലിയ മുതലാളിയുണ്ട്. മുതലാളിയുടെ മകനാണ് പൈക്കുട്ടി എന്ന് പറയുന്ന ഈ ഒരു നായക കഥാപാത്രം. മധു അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് പരീക്കുട്ടി, അതായത് നമ്മുടെ നായകൻ. വള്ളവും വലയും വാങ്ങിക്കാൻ വേണ്ടിയിട്ടും മറ്റു പല ആവശ്യത്തിനുമായിട്ട് ചെമ്പൻകുഞ്ഞ് ഈ പരീക്കുട്ടിയോട് പലതവണ ക്യാഷ് കടം വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഈ കറുത്തമ്മയ്ക്കും അറിയാം, മകൾക്കും അറിയാം ഈ കാര്യങ്ങളെല്ലാം. അച്ഛൻ ഇങ്ങനെ ഇന്ന ആളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, കൊച്ചു മുതലാളി എന്ന് വിളിക്കപ്പെടുന്ന പരീക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടെന്ന് അവർക്കറിയാം. അങ്ങനെ ഈ അച്ഛനെ സഹായിച്ച ആളിനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ പിന്നീട് പ്രണയമായിട്ട് മാറുകയാണ് കഥയിൽ കാണുന്നത്. പക്ഷേ അതിനിടയിൽ ഒരു മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ കൂടെ വള്ളത്തിൽ പണിക്ക് പോയിക്കൊണ്ടിരുന്ന
പുതിയതായിട്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ, പളനി എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനെ ഈ ചെമ്പൻ കുഞ്ഞിന് ഒരുപാട് ഇഷ്ടപ്പെടുവാണ്. മിടുക്കനാണല്ലോ എന്നൊക്കെ ചിന്തിക്കുകയും ഈ പളനിയെ ഒരു ദിവസം ചെമ്പൻ കുഞ്ഞ് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരികയും ചെയ്യാണ്. വീട്ടിൽ വിരുന്നിന് വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് വരുവാണ്. എന്നിട്ട് ഇങ്ങനെ ഭാര്യയോട് ഇങ്ങനെ ആലോചിക്കുന്നത്, നമുക്ക് നമ്മുടെ കർത്തമ്മയ്ക്ക് ഇവനെ ആലോചിച്ചാലോ, ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് ഇയാളുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ, എന്നിട്ട് ഇവനെ ഈ വീട്ടിൽ അവരുടെ കൂടെ തന്നെ ആ വീട്ടിൽ നിർത്താം, താമസിപ്പിക്കാം എന്നായിരുന്നു അയാളുടെ പ്ലാൻ. ഇതെല്ലാം കർത്തമ്മ കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് കർത്തമ്മ ആകെപ്പാടെ തളർന്നു പോവുകയാണ്. അപ്പം അന്നത്തെ ഒരു സാമൂഹ്യ സ്ഥിതിയിൽ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്വന്തം മാരേജ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കുവാനോ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാനോ ഉള്ള റൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കുറച്ച് ഇടുങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. അപ്പം കറുത്തമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഉള്ള അവസരങ്ങളോ അനുവാദമോ സ്വാതന്ത്ര്യമോ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ കറുത്തമ്മ നായകനെ കാണാൻ വേണ്ടിയിട്ട്, പരീക്കുട്ടിയെ, കൊച്ചു മുതലാളിയെ കാണാൻ വേണ്ടിയിട്ട് കടപ്പുറത്തേക്ക് വരികയാണ്. കടപ്പുറത്ത് വന്നിട്ട് കരയുന്നു. അവർ തമ്മിലുള്ള കുറച്ച് സെൻറ്റി സീൻസ് ഒക്കെയാണ്, അവർ പിരിയാൻ പോവാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാണ്. അപ്പം പരീക്കുട്ടിക്കും കരച്ചിൽ, ആ ഒരു സീനൊക്കെയാണ്. അച്ഛൻ ഇയാളെ ചതിച്ചു എന്നുള്ള ഒരു കുറ്റബോധമൊക്കെ ഇവരുടെ മനസ്സിലുണ്ട്. പൈസ വാങ്ങി എന്നൊക്കെയുള്ള ഒരു ഇതെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ പ്രണയം നഷ്ടപ്പെടുന്നു. അങ്ങനെ അവസാനം കറുത്തമ്മ കല്യാണം കഴിഞ്ഞ് തൃക്കുന്നപ്പുഴയിലേക്ക് പോവാണ് ഭർത്താവിൻ്റെ കൂടെ. പക്ഷേ ഈ വീട്ടുകാർ തീരുമാനിച്ചിരുന്നത് ഭാര്യയും ഭർത്താവിനെയും മകളെയും മരുമകനെയും ആ വീട്ടിൽ താമസിപ്പിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാം എന്നായിരുന്നു. പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. കറുത്തമ്മ തൃക്കുന്നപ്പുഴയിലേക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അവിടുന്ന് യാത്രയായി പോവുകയാണ്. പിന്നീട് സംഭവിക്കുന്നത്, കറുത്തമ്മയുടെ അമ്മ, അതായത് ചക്കി എന്ന് പറയുന്ന ക്യാരക്ടർ, അവരൊരു രോഗിയായിട്ട് മാറുകയാണ്. അവർക്ക് മകളെ പറ്റിയിട്ടുള്ള വിഷമം, ചിന്ത എല്ലാം അവർക്ക് അങ്ങനെ കാണാനൊന്നും പറ്റുന്നില്ല. ഇന്നത്തെ പോലെ കല്യാണം കഴിഞ്ഞു പോയാൽ ഉടനെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടുകാരെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമേ അല്ല. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനായിരുന്നു അന്നത്തെ കാലത്ത്. കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും വീട്ടിൽ വരാം എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഈ അമ്മ ചക്കി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു രോഗിയായിട്ട് മാറുകയും അവർ പിന്നീട് മരണപ്പെടുകയും ചെയ്യുവാണ്. അങ്ങനെ കറുത്തമ്മയുടെ അച്ഛൻ ആയ ചെമ്പൻ കുഞ്ഞ് വീണ്ടും ഒരു വിവാഹം കഴിക്കുകയാണ്. ഒരു മകനുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ്. അപ്പം കറുത്തമ്മയുടെ അനിയത്തി പഞ്ചമി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇവരെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഇതിനിടയ്ക്ക് ഇവരുടെ അയൽക്കാർ കുറച്ച് പേരുണ്ട്. അച്ഛൻ കുഞ്ഞെന്ന് പറയുന്ന ഒരാൾ, അതുപോലെ അയാളുടെ ഭാര്യ കൊച്ചു പെണ്ണോ അങ്ങനെ എന്തോ ഒരു ക്യാരക്ടറുണ്ട്, വലിയ പെണ്ണോ അങ്ങനെ എന്തോ ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ അവരും കറുത്തമ്മയുടെ അമ്മയുമായിട്ടൊക്കെ ഇടയ്ക്ക് വഴക്കിടുന്ന അയൽക്കാർ തമ്മിലുള്ള വഴക്ക് സീനൊക്കെ ആദ്യം കാണിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ആ പെൺകുട്ടിയുടെ ലൈഫിൽ, പഞ്ചമിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയമാണ് അച്ഛൻ രണ്ടാമത് വിവാഹം കഴിക്കുന്ന രണ്ടാം അമ്മയുമായിട്ടുള്ള സീനൊക്കെ. അപ്പോൾ ഈ അയൽക്കാരുടെ സ്നേഹം, യഥാർത്ഥ സ്നേഹമൊക്കെ പുറത്ത് വരുന്നതൊക്കെ അതൊക്കെ ചേഞ്ച് ആവുന്നതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ആ സീനിലൂടെയൊക്കെ. പക്ഷെ പിന്നീട് ഈ ചെമ്പൻകുഞ്ഞ്, അതായത് കറുത്തമ്മയുടെ അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യ, അവരുടെ മകന് വേണ്ടിയിട്ട് ചെമ്പൻകുഞ്ഞിൻ്റെ കുറച്ച് പണം എടുത്ത് കൊടുക്കുകയും മകനെ അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് ഇയാൾ അറിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ തെറ്റുകയും ഇയാളുടെ സ്വഭാവത്തിൽ പിന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരികയും ചെയ്യുകയാണ്. ഇയാൾ പിന്നീട് ഒരു മാനസിക നില തെറ്റുന്ന ഒരു കണ്ടീഷനിലോട്ടൊക്കെ പോവുകയും പിന്നീട് പഞ്ചമിയെ അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പഞ്ചമി, കറുത്തമ്മയുടെ അനിയത്തി, വീട്ടിൽ നിന്ന് വീട് ഉപേക്ഷിച്ചിറങ്ങി പോവാണ്. ചേച്ചിയുടെ അടുത്തോട്ട്, കറുത്തമ്മയുടെ അടുത്തോട്ട് പഞ്ചമിയും വരികയാണ്. അപ്പോഴത്തേക്കിനും കറുത്തമ്മയ്ക്ക് ഒരു കുഞ്ഞൊക്കെ ആവുന്നുണ്ട്. അവർ നല്ലൊരു ഫാമിലി ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ അനിയത്തി വരുമ്പോഴാണ് ചേച്ചി അറിയുന്ന അമ്മ മരിച്ചുപോയ കാര്യമൊക്കെ. എന്നാലോചിച്ച് നോക്കും. അപ്പോഴത്തേക്കിനും കറുത്തമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. അമ്മ മരിച്ചുപോയ ആ ഒരു സീന്, അങ്ങനെ കരച്ചിൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പിന്നെ കാണുന്നത്. അങ്ങനെ പഞ്ചമി ചേച്ചിയുടെ കുഞ്ഞിനെ താലോലിക്കുന്നു. അതുപോലെ തന്നെ കറുത്തമ്മ ഇപ്പം നല്ലൊരു കുടുംബിനിയാണ്. പക്ഷെ പഞ്ചമിയിലൂടെ കൊച്ചുമുതലാളിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കറുത്തമ്മ അറിയുകയാണ്. അദ്ദേഹം ഒരു നിരാശ കാമുകനായിട്ട് ഇപ്പോഴും ആ കടപ്പുറത്ത് പാട്ടും പാടി ഇരിപ്പുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമമാണ്. പിന്നീട് വീണ്ടും പരീക്കുട്ടി കറുത്തമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പക്ഷെ ഒരു പ്രണയം എന്നൊന്നുമല്ല. എന്നാൽ ആ നാട്ടിൽ ആകെപ്പാടെ ഒരു തെറ്റിദ്ധാരണ പരക്കുകയാണ്. പരീക്കുട്ടിയും ഈ കറുത്തമ്മയും തമ്മിൽ അവിഹിതം ഉണ്ട് എന്നൊക്കെയുള്ള വാർത്ത കരക്കാരവിടെ എല്ലാം ആകെപ്പാടെ അടിച്ചിറക്കുവാണ്. അപ്പം ഇത് കറുത്തമ്മയുടെ ഭർത്താവായ പളനി അറിയുന്നുണ്ട്.
അങ്ങനെ അയാൾക്ക് ആകെപ്പാടെ ഭയങ്കര ദേഷ്യം, ഭയങ്കര ഒരു ആ ഒരു അവസ്ഥയിലേക്ക് വരും. മാത്രമല്ല പളനിയെ പിന്നീട് വള്ളക്കാർ കൂടെ കൂട്ടുന്നില്ല. കാരണം ആ നാട്ടിൽ ആ കരയിൽ മാത്രമല്ല കറുത്തമ്മയുടെ കരയിലും ഈ കരയിലും ഒരു മിത്ത് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അവിടുത്തെ ആൾക്കാർക്ക് ഒരു പ്രത്യേക വിശ്വാസം, കൾച്ചർ ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട വിശ്വാസം എന്ന് പറഞ്ഞാൽ അരയൻ, അതായത് മുക്കുവൻ കടലിൽ പോകുമ്പോൾ മുക്കുവൻ്റെ ഭാര്യ പതിവ്രതയായിട്ട് പരിശുദ്ധി, തൻ്റെ ശുദ്ധി കളങ്കപ്പെടുത്താതെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാണ്ട് മറ്റൊരു പുരുഷനുമായിട്ട് വേറൊരു ബന്ധത്തിന് പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ മുക്കുവൻ്റെ ജീവൻ കടലമ്മ എടുക്കും, മുക്കുവൻ മരിക്കും. അത് ആ ഒരു കരയ്ക്ക് തന്നെ വലിയ ശാപം വരുത്തും എന്നാണ് ആ ഒരു നാട്ടിൽ പരക്കെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം, ഒരു മിത്താണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കറുത്തമ്മയ്ക്ക് പഴയ കാമുകനായിട്ടുള്ള അല്ലെങ്കിൽ പരീക്കുട്ടി എന്ന കൊച്ചുമുതലാളിയുമായിട്ടൊരു അവിഹിതമുണ്ട് എന്ന് പളനിയുടെ കൂടെ ജോലി ചെയ്യുന്ന, വള്ളത്തിൽ പോകുന്ന ആ ഒരു ആൾക്കാർ തന്നെ അവിടെ പരത്തുവാണ്, അങ്ങനെ അടിച്ചിറക്കുവാണ്. അത് കേട്ട് പളനി വീട്ടിലേക്ക് വരുന്നു. ഇവർ തമ്മിൽ പ്രശ്നങ്ങളാവുന്നു, വഴക്കാവുന്നു, അടി ബഹളം ഒക്കെ ആവുന്നു. അങ്ങനെ ആകെപ്പാടെ മുഴുവൻ വഷളാവുന്ന ഒരു സീനാണ് പിന്നെ കാണുന്നത്. പിന്നീട് കഥ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പളനിയെ മറ്റു വള്ളക്കാരും വള്ളത്തിൽ അടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് ആ വാശിക്ക് അദ്ദേഹം ഒരു കൊച്ചു വള്ളത്തിൽ കടലിൽ ചൂണ്ടയിടാൻ പോവാണ്. പിന്നീട് ഇങ്ങനെ ആകെപ്പാടെ തളർന്നിരിക്കുന്ന കറുത്തമ്മയെ തേടിയിട്ട് പരീക്കുട്ടി വരികയാണ്. അടുത്ത ദിവസം കടൽ തീരത്ത് ഒരു കൊമ്പൻ സ്രാവും പളനിയും മരിച്ചു വീഴുകയാണ്. അതായത് ഒരു കൊമ്പൻ സ്രാവിൻ്റെ ജഡം കടലിൻ്റെ തീരത്ത് കരയിൽ അടിയുകയാണ്. അപ്പോൾ ആ കഥാപാത്രം മരിച്ചു എന്നാണല്ലോ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ കറുത്തമ്മയും പരീക്കുട്ടിയും മരിച്ച് കടൽ തീരത്ത് കിടക്കുന്നു. അവരുടെ ജഡം തീരത്ത് അടിഞ്ഞു കിടക്കുന്നു. അതേപോലെ പഞ്ചമി, കറുത്തമ്മയുടെ അനിയത്തി, കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ചേച്ചിയെ തിരക്കി നടക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. അതാണ് പറഞ്ഞത്, ഒരു ദുരന്ത പ്രണയ കഥയാണ് ചെമ്മീൻ എന്ന സിനിമ. This movie was the first notable film from South India, and also this was the first Indian film which won the Indian President's Golden Medal for the best film. It was screened at various international film festivals and won many awards at Cannes and Chicago Film Festival. So, ഈ ഒരു ഫിലിം കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കൾട്ട് ക്ലാസിക് ഫിലിമാണ് ചെമ്മീൻ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇപ്പൊ കച്ചവടം ഒന്നുമില്ല അല്ലേ? കൊച്ചുമുതലാളിയുടെ കാശ് തരാം. അതിന് കറുത്തമ്മ എന്നോട് കാശ് മേടിച്ചില്ലല്ലോ. പക്ഷെങ്കിൽ തരേണ്ടത് ഞാനാ.